കാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. യേശുവിൻ കരുതലിനായി സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ ആമുയർത്തി യേശുനാമം. ഹല്ലേലൂയ ഉയർത്തിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ച ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ച തേടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ച തേടാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമല്ലോ. പ്രൈസ്തുള്ള എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനവും കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന് വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിർവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകർത്ത സെക്ഷനിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവ ദൈവം സഹായിച്ചു. 5 മണിക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ശേഷം 10:30 മണിക്ക് നമുക്ക് വീണ്ടും ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. വൈകുന്നേരത്തും ദൈവത്തിൻ്റെ കൃപ നമുക്ക് ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ വളരെ അനുഗ്രഹത്തോടുകൂടെ വിഷയങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കർത്താവിൻ്റെ ആത്മാവസരം ഒരുക്കി തന്നു. അപ്പോൾ തന്നെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ എടുത്തുകൊണ്ട് ആത്മാവിൽ ധൈര്യപ്പെടുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ദൈവസന്നിധിയിൽ പൂർണ്ണമായും ഭാഗികമായിട്ട് ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് ഈ ദൈവ ദൂതുകളൊക്കെ വളരെ ചൈതന്യമായി എന്ന് അറിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മാനിക്കട്ടെ. ഇന്ന് ഡിവേഴ്സിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ മക്കളുണ്ട്, അത്യാവശ്യമായ യാത്രകൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ കർത്താവിൻ്റെ ആത്മാവ് മാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ യോശുവയോട് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല. യുദ്ധം ജയിക്കണമെങ്കിൽ വെളിച്ചം ആവശ്യമാണ്. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി. യുദ്ധം വേണം. ആ യുദ്ധത്തിൽ നമുക്കൊരു വിജയം വേണം. ആ വിജയത്തിൽ നമുക്കൊരു വെളിച്ചം ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഇത്രയും ദിവസം നാം കേട്ടുകൊണ്ടിരുന്ന വാക്കുകൾ. അപ്പോൾ തന്നെ സൂര്യാന്തി ഗിബയോനിലും ചന്ദ്രാന്തി അയ്യലോ താഴ്വരയിൽ നിൽക്കാൻ തക്കവണ്ണം കേവലം ഒരു മനുഷ്യനായ യോശുവയിൽ കൂടെ സംസാരിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും നിന്നതുകൊണ്ടാണ് ദൈവം അവർക്ക് ഒരു വിജയം കർത്താവ് കൊടുത്തു. 14-ാമത്തെ വാക്യം അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു എന്ന വാക്കാണ്. ഇനി അവിടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് നീങ്ങാം. വെളിച്ചം ഉണ്ടാക്കേണ്ട കടപ്പാട് നമ്മുടെ കടപ്പാടാണ്. നാം വെളിച്ചത്തിൻ്റെ മക്കളെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നാം വെളിച്ചം ഉണ്ടായി കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. മനസ്സിലാകുന്ന കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ദൈവം നമുക്കൊരു യുദ്ധം ചെയ്യും. അപ്പം ദൈവം നമുക്കൊരു യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് വെളിച്ചമുണ്ടാക്കുക. അങ്ങനെ വെളിച്ചമുണ്ടാക്കുക എങ്കിൽ നമ്മുടെ നാവിന് വെളിച്ചമുണ്ടാക്കേണ്ട അധികാരമുണ്ട്. ആ നാവ് ശുദ്ധീകരിക്കപ്പെടണം. ഇതാണ് നമ്മുടെ മെസ്സേജ്. അതുകൊണ്ട് നാം എന്ത് കൽപ്പിച്ചാലും അത് അതുപോലെ തന്നെ സംഭവിക്കണം. അത് നമ്മുടെ ആഗ്രഹമാണ്. അത് കർത്താവ് നിശ്ചയമായിട്ട് ചെയ്തു തരും. ഈ ദൂതുകൾക്ക് ദൈവമക്കൾക്ക് ഇന്നത്തെ മെസ്സേജ് അത്ഭുതകരമായ വിടുതലായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ മെസ്സേജിലേക്ക് ഞാൻ നീങ്ങുവാൻ കർത്താവ് നാമത്തിൽ ആഗ്രഹിക്കുന്നു. നാം ഇന്നലെ ചിന്തിച്ച വാക്ക്
മോശയുടെ ബലഹീനമായ നാവിനകത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരമൊന്ന് വെളിപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മോശയുടെ നാവ് ദൈവത്തിൻ്റെ വാ പോലെ ആയപ്പോൾ താൻ കൽപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന കാര്യം. ഇനി മോശയുടെ നാവ് ദൈവത്തിന് വേണമെന്നതുകൊണ്ട് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തി നിമിത്തം മോശ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ നിന്റെ പദ്ധതിയിൽ നിന്നുകൊള്ളാം, പക്ഷേ നീ ആർ എന്നൊരു വാക്ക് എനിക്ക് പറഞ്ഞു തരാമോ എന്ന വാക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കാണ് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. നാം വായിച്ചു പുറപ്പാട് പുസ്തകം 3-14 വാക്യം നാം ചിന്തിച്ച വാക്കാണ് ഐ ആം ദാറ്റ് ഐ ആം. അവിടെ കൊടുത്തിരിക്കുന്ന യാഹ്വേ എന്ന വാക്കാണ് YHWH, യാഹ്വേ എന്ന വാക്കാണ്. അപ്പോൾ യാഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചു. അവൻ സ്വയാസിഷ്ടമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ സെൽഫ് അസിസ്റ്റന്റ് ആണ്. 2, മാറ്റമില്ലാത്ത വ്യക്തിയാണ്, അൺചേഞ്ചബിലിറ്റി ഒക്കെ ദൈവമാണ്. 3-ാമത്തെ വിഷയം വായിച്ചു, സർവശക്തിത്വമുള്ള ഒമിനിപൊട്ടൻസ് എന്ന വാക്ക് വായിച്ചു. 4-ാമത്തെ വാക്ക് ചിന്തിച്ചു, വാഗ്ദത്തങ്ങൾ വിശ്വസ്തൻ, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ പ്രോമിസസ് എന്ന വാക്ക്. അപ്പോൾ ഈ 4 വാക്ക് കൂടി സംയോജിപ്പിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യാഹ്വേ, സർവശക്തി എന്ന വാക്ക് നമുക്ക് പഠിക്കുവാൻ തക്കവനെ പറ്റി. ഇനി ആ വാക്ക് പറഞ്ഞതുകൊണ്ട് നാം ഇന്നലെ ചിന്തിച്ച വാക്ക്, ജനത്തിൻ്റെ കഷ്ടത ഡയറക്റ്റായിട്ട് ഞാൻ കണ്ടു, ജനത്തിൻ്റെതായ കഷ്ടം ഞാൻ കേട്ടു, ജനത്തിൻ്റെ കഷ്ടം ഞാൻ അറിഞ്ഞു. ആ വാക്ക് നാം പുറപ്പാട് പുസ്തകം 3-ാമത്തെ വാക്യം മുതൽ നാം വായിച്ചു. 3-13-22 വാക്യത്തെക്കുറിച്ച് ചിന്തിപ്പാടിയാക്കി. ഇന്ന് നാം വാക്കുകൾ ചെയ്യുന്ന ഒരു വാക്കുകൾ ചിന്തിക്കുന്നു. ഈ കഷ്ടം മാറിയാൽ ഒരു ഭയങ്കര സന്തോഷത്തോടും സമ്പത്തോട് പുറപ്പെടുവാൻ കഴിയുമെന്നും നാം ചിന്തിച്ച ശേഷം, ഇനി മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ആ യഹോവ എന്ന ദൈവം, ഞാൻ ഇതിൻ്റെ വിശേഷപ്പെട്ട ദൂത് വൈകുന്നേരം ഞാൻ സവിസ്തരം ശുശ്രൂഷിക്കും. അപ്പോൾ നമ്മുടെ ദൈവമക്കൾ എല്ലാവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് മാത്രമേ ഇപ്പോൾ എടുത്തിട്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഉൽപ്പത്തി 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട യഹോവയായ ദൈവം യാഹ്വേ എന്ന ദൈവമാണ്, അല്ലെങ്കിൽ ബൈബിളിനകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠ പദമുള്ള വാക്കാണ് യാഹ്വേ, യഹോവ. അത് 17-ാം അധ്യായത്തിൽ ദൈവം ഉൽപ്പത്തി പുസ്തകം 17-1-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പറയുന്നു, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായെന്ന വാക്കാണ്. ഇസ്രായേൽ ജനത്തെ 430 സംവത്സരത്തിൻ്റെ അടിമ യുഗത്തിൽ നിന്നും വിശേഷ പാല് തേനും ഒഴുകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ മോശയുടെ നാവ് ദൈവത്തിന് വേണമായിരുന്നു. അതുകൊണ്ട് വിക്കി പറയുന്ന മോശയ്ക്ക് ആ മോശയുടെ നാവ്, യഹോവയുടെ നാവ് വരുമ്പോൾ ഈ അടിമത്ത 430 വർഷത്തിൻ്റെ അടിമത്തത്തെ മോശയുടെ വാക്കുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് വിടുവിപ്പാത്തക്കവണ്ണം ദൈവത്തിന് പ്രസാദമായതുകൊണ്ടാണ് ദൈവം മോശയെ തൻ്റെ നാവിൻ്റെ ശക്തി കൊടുത്ത് തിരഞ്ഞെടുപ്പിയാക്കിയത്. ഞാൻ ഇന്ന് രാവിലെ സമയം ഈ ഡിവൈസ് ദൈവമക്കളോട് പറയാം, അനേക അടിമത്വത്തിൻ്റെ കെട്ടുപൊട്ടിക്കുവാൻ മോശയെ വിടുവിച്ചതുപോലെ ദൈവം നമ്മെയും അനേക അടിമത്വത്തിലേക്ക് ജനത്തെ വിടുവിപ്പാൽ ദൈവം നമ്മെ കണ്ടുവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കാര്യമൊന്ന് തട്ടി പറയാം. ദൈവമേ, എന്നെയും എൻ്റെ നാവിനകത്ത് ദൈവം തന്ന അധികാരവും ഞാൻ അടിമയായി അത് മാറണം, എൻ്റെ അടിമത്വം മാറണം. ലോകം, ജഡം, സാത്താൻ, പാപശബ്ദങ്ങൾ, ദാരിദ്ര്യ കെട്ടുകൾ, രോഗത്തിൻ്റെ അടിമകൾ, പലതിൻ്റെ അടിമയായിരിക്കുന്ന എൻ്റെ അടിമത്വം മാറ്റാൻ എൻ്റെ നാവിനകത്ത് ഒരു അധികാരം മോശയ്ക്ക് കൊടുത്തതുപോലെ തന്നാൽ എൻ്റെ നാവിൽ നിന്ന് വരുന്ന ശബ്ദം യഹോവയുടെ ശബ്ദമായി വെളിപ്പെട്ടു വരികയും ആ അടിമത്തത്തെ കെട്ടുനിന്നും എനിക്കും ഇന്ന് രാത്രി ഈ മോചനം വരികയും ഞാൻ കൽപ്പിക്കുന്ന സകല ജനത്തിന്റെ അടിമത്തത്തിൽ നിന്നും എൻ്റെ നാവിലെ ശബ്ദത്താൽ വിടുതൽ പ്രാപിപ്പാൻ കഴിയും. അതിനാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്ത. സ്തോത്രം. എന്തിനാ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്? ദൈവത്തിനൊരു വിശുദ്ധ തലമുറ വേണം.
കർത്താവിന്റെ സ്വപ്നമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ എന്ന വാക്ക് വരണമെങ്കിൽ അലസന് മടിയന് ഇടയെന്ന് വരാൻ പാടില്ല. എനിക്ക് കർത്താവിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗതയാണ് ദൈവപ്രവർത്തിയുടെ വേഗത. അപ്പൊ ദൈവത്തിന്റെ വേഗം അറിയാവുന്നുള്ള എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാൽ വേഗത്തിൽ ചെയ്യാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള അലസനല്ലാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവത്തിന്റെ പ്ലാൻ ആയതുകൊണ്ടാണ് കൽദയ കുലത്തിനകത്ത് നിന്നുള്ള അബ്രഹാമിനെ വേഗത്തിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് തിരഞ്ഞെടുത്തത്. തെളിവ് ഹബക്കൂക്ക് പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തുമെന്ന വാക്ക്. എങ്കിൽ കൽദയുടെ ക്യാരക്ടർ ഉഗ്രന്മാരാണ്, ഭയമില്ലാത്തവർ. 2-ാമത്തെ വാക്ക്, ഒരു ദൗത്യം അവർ കിട്ടിയാൽ ആ ദൗത്യം വേഗത്തിൽ പൂർത്തീകരിക്കാൻ ബന്ധപ്പെടുന്നവരാണ്. അങ്ങനെ ആ കുലത്തിന്റെ വിശേഷത മനസ്സിലാക്കിയിട്ടാണ് ദൈവം അബ്രഹാമിനെ തൻ്റെ ശബ്ദം അയച്ച് വിളിപ്പിച്ച് വേദനിച്ചത്. എന്തിനെന്നറിയാമോ? ഇസ്രായേൽ കരുത്തന്മാരായി മാറണം. ഇസ്രായേൽ എന്ന ദൈവസ്വപ്നം വേഗത്തിൽ ദൈവപ്രവൃത്തി ചെയ്തവരായി മാറണം. ഇന്ന് ഞാൻ ഈ ആദ്യ സെക്ഷനിൽ 9-ാം ദിവസത്തിന്റെ ആദ്യ സെക്ഷൻ ദൈവമക്കളോട് പറയുന്നു, ദൈവം ഒരു മിഷൻ ഏൽപ്പിച്ചാൽ, ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ നാമും വേഗത്തിൽ ചെയ്യാൻ നാം തൽപരരാണെങ്കിൽ നമ്മുടെ നാവിനകത്ത് പ്രതീക്ഷിച്ചോണം, ഒരു അധികാരം പ്രതീക്ഷിച്ചോണം. മനസ്സിലായ ദൈവമക്കൾ ഒന്ന് നാവ് തുറന്ന് സ്തോത്രം ചെയ്യാമോ? ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. എനിക്ക് അവിടെ ഒരു വെളിപ്പാട് പറയാൻ തക്ക നിയോഗമുണ്ട്. ഈ ഡിവൈസിനകത്ത് ഇന്ന് ചേർന്നിരിക്കുന്ന ദൈവമക്കളുടെ മേൽ ഒരു പ്രത്യേക അധികാരത്തിന് പുതപ്പിഴ ദൈവം ഇടും. ഈ 9 ദിവസം ഇട്ടിട്ട് നിങ്ങളും ഒരു അലസനായി മാറില്ല കേട്ടോ, മടിയനായി മാറില്ല. അബ്രഹാമിനെ പോലെ, കൽദയ കുലത്തെ പോലെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചാൽ അത് ഭയമില്ലാതെ വേഗത്തിൽ ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു ആത്മാവിന്റെ പ്രാപ്തിയെ ഇന്ന് ദൈവം ചെയ്യുമെങ്കിൽ, ഈ ആശീർവാദം പറയുന്ന മുമ്പ് തന്നെ ചില ദൈവിക വിടുതൽ കൈമാറ്റങ്ങൾ ഈ 9-ാമത്തെ പകൽ ദൈവം തരുന്നൊരു വെളിപ്പാടുള്ളത് കൊണ്ട് കരമൊന്ന് അടിച്ചാത്മൽ പറഞ്ഞാട്ടെ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ വർഷങ്ങളെടുത്തോ പല വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു വിടുതൽ നടന്നത്, പല മാസങ്ങൾ കഴിഞ്ഞ് വിടുതൽ നടന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പല മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരത്തില്ല, പല ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരത്തില്ല, പല വർഷങ്ങൾ മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരത്തില്ല. അത് വേഗത്തിൽ തന്നെ ആ വിടുതൽ നടക്കും. അതിനു വേണ്ടി അബ്രഹാമിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച അതേ ദൈവം തന്നെ ഇന്ന് ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആത്മധൈര്യത്തോടെ പറഞ്ഞാട്ടെ, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ദൈവം വേഗത്തിൽ ഇറങ്ങി വരണമെങ്കിൽ അബ്രഹാമിന് പ്രായം അല്പം മുമ്പോട്ട് പോയി. അതുകൊണ്ട് തൻ്റെ കാലത്ത് തൻ്റെ ഓർമ്മയും തനിക്ക് ചെവിക്ക് കേൾവിയും തനിക്ക് പ്രാപ്തിയുമുള്ള സമയത്ത് തന്നെ എൻ്റെ പ്രവൃത്തിയെ ചെയ്ത് അവരെ കൊണ്ട് ചില പ്രത്യേകം ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളതുകൊണ്ട് യഹോവ എന്ന നാമമുള്ള സർവശക്തനായവൻ അബ്രഹാമിന് 99-ാമത്തെ പ്രായത്തിൽ പ്രത്യക്ഷനാകുവാടിയാക്കി. സ്വതന്ത്രം. നമ്മുടെ ഇടയിലും പ്രായമുള്ളവരുണ്ട്, നമ്മുടെ ഇടയിൽ പ്രായമില്ലെങ്കിലും പ്രായമുള്ളവരെ പോലെ പ്രായമുള്ളവരുണ്ട്. സ്വതന്ത്രം. അത്രയ്ക്ക് അപ്രാപ്തരും ബലഹീനരും ക്ഷീണമുള്ളവരുമാണ് നമ്മൾ പലരും. അവിടെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇന്ന് യഹോവ എന്ന് പറഞ്ഞ യാക്കോവേ, ഞാൻ പറഞ്ഞല്ലോ, സ്വയാസ്തിത്വമുള്ള ദൈവം, മാറ്റമില്ലാത്ത ദൈവം, സർവശക്തിത്വമുള്ള കർത്താവ്, വാഗ്ദത്തം വിശ്വസ്തന ദൈവം നമ്മുടെ മേലും ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെട്ടാൽ നാം ഇരിക്കുന്ന ഓരോ വീട്ടിനകത്തും ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ പലരും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ടോ യാത്ര ഇരുന്നു കൊണ്ടോ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ യഹോവ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടാൽ നിശ്ചയമായും ഒരു അത്ഭുതത്തോടെ തന്നെ നിങ്ങൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്.
ഇനി ആ 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അനന്തരം സർവശക്തനായ യഹോവ എന്ന പേരുള്ള കർത്താവ് അവന് നമ്മുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. സ്വതന്ത്രം 99-ാമത്തെ വയസ്സ് പ്രത്യക്ഷനായത് 17-1-ാമത്തെ വാക്യത്തെ വായിക്കുമ്പോൾ 18-ാമത്തെ 1-ാമത്തെ വാക്യത്തിൽ പ്രസംഗം ചെയ്ത് പറയുന്നു, മമ്രയുടെ തോപ്പിൽ യഹോവ എന്ന് പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവിടെ ഒരു കാര്യം പറയണം. അബ്രഹാമേ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഒരു സ്തോത്രം ചെയ്യാമോ? ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. പ്രായം മുമ്പോട്ട് പോയാലും അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ സഞ്ചരിച്ചാലും പരിമിതി നമ്മെ നന്നായിട്ട് വേട്ടയാടുന്നുവെങ്കിലും ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാതിരിക്കുന്ന അന്തരീക്ഷം വരുമ്പോഴും നമ്മുടെ പരിമിതിക്ക് അപ്പുറമായി ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ പേരാണ് യഹോവ യാഗ് എന്ന കർത്താവ്. സ്തോത്രം. എനിക്കിന്ന് രാവിലെ 1-2 മിനിറ്റ് കൊണ്ട് ഞാനൊരു വെളിപ്പാട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ 99 വയസ്സായപ്പോൾ അബ്രഹാമും സാറയും മാത്രം ശ്രദ്ധിച്ചു. 1-2 വേലക്കാരി തൻ്റെ കൂടെ ഉണ്ടായിരിക്കാം, തൻ്റെ രക്തബന്ധമല്ല. അപ്പോൾ അബ്രഹാമിന് ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ചിന്ത അബ്രഹാമിന് സാറയ്ക്കും ഉണ്ടായി. തൻ്റെ വാർദ്ധക്യത്തിൽ ഞങ്ങളെ ശുശ്രൂഷിപ്പാൻ ആരും കാണത്തില്ല എന്ന ചിന്ത വേദനയോടുകൂടി അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആര് സഹായിക്കാനാ? ആര് സംരക്ഷിക്കാനാണ്? ആരാണ് നമ്മെ പോറ്റി പുലർത്താനുള്ളത്? ആർക്കും നമ്മൾ സഹതാപം തോന്നും? ആർക്ക് നമ്മളോട് ആശ്വാസം തോന്നും എന്നുള്ള ചിന്ത അവർക്ക് തമ്മിൽ പരസ്പരമുണ്ടായി. അപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്. ആര് പ്രത്യക്ഷം? യഹോവ. ഞാൻ ഇന്ന് രാവിലെ ഈ ദൂത് എനിക്ക് പറയാൻ നിയോഗം എനിക്ക് രാവിലെ പോലെ തന്നു. അതുകൊണ്ടാണ് ഞാൻ വാക്കാണ്. ആരുമില്ല എന്ന് നാം സ്വയമായിട്ട് ചിന്തിക്കുകയോ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ ചെയ്യുമ്പോൾ ഓർത്തോണം, അവിടെ ഇറങ്ങുന്ന ദൈവത്തിൻ്റെ പേരാണ് യഹോവ എന്ന വാക്ക്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാഥത്വത്തെ മൊത്തം മാറ്റാൻ, നമ്മുടെ ഒറ്റപ്പെടൽ മൊത്തം മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ മേൽ ഉള്ള ചില ചോദ്യങ്ങളെ അത്ഭുത ചിഹ്നമാക്കിടാൻ എൻ്റെ ദൈവം ഇറങ്ങി വരുമെന്ന് ഈ വാക്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുന്നുവെങ്കിൽ ആത്മാവിൽ ധൈര്യപ്പെടണം. എങ്കിൽ പിന്നെ ആരുമില്ലെങ്കിലും സ്തോത്ര കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ പോറ്റി പുലർത്തി പരിപാലിപ്പാൻ എൻ്റെ യഹോവ ദൈവം എനിക്കുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചഞ്ചലിക്കേണ്ട ആവശ്യമില്ല. കാര്യമൊന്ന് ആത്മാവിൽ അടിച്ചു പറയണം. കർത്താവ്, എൻ്റെ ജീവിതത്തിന്മേൽ ഒറ്റപ്പെടലുണ്ടെന്നുള്ള ചിന്തയോടെ ഞാൻ സംസാരിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ദൈവമാണ് എൻ്റെ യഹോവയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ, ആ യഹോവ ദൈവം സർവശക്തനാ നിൽക്കുന്നുവെങ്കിൽ വേറൊരു ശക്തിക്ക് എൻ്റെ മേൽ തൊടുവാനോ വേറൊരു വ്യക്തി എൻ്റെ മേൽ ഭരിക്കുവാനോ ആവശ്യമില്ല എന്ന് എനിക്ക് അല്പം കൂടി ധൈര്യപ്പെടുവാൻ ദൈവം അവസരം ഒരുക്കി. 18-ാം അധ്യായത്തിൽ പറയുന്നു, ലോത്ത് പോയി, നോ പ്രോബ്ലം. ലോത്ത് പോയി, നോ പ്രോബ്ലം. എല്ലാവരും പോയി അല്ലേ? നോ പ്രോബ്ലം. നിനക്ക് സഹായം നിൽക്കുമെന്ന് പറഞ്ഞ വ്യക്തികൾ പലരും പോയി അല്ലേ? നോ പ്രോബ്ലം. എന്നാൽ ഞാൻ നിന്റെ ഉദരത്തിൽ നിന്നും നിന്റെ സ്വപ്നത്തിന് സബലീകരണമെന്ന നിലയിൽ ഒരു തലമുറയെ ഞാൻ പുറത്തെടുക്കും. അല്പച്ചിരി സാറയ്ക്കുണ്ടായി. കർത്താവ് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഈ വഴിക്ക് വരും, അപ്പോൾ നീ ഒരു തലമുറ അണച്ചുകൊള്ളും. ഞാൻ ഇന്ന് ഒരു ദൂതോട് പറയാൻ എനിക്ക് ആ ഭാഗം നിയോഗമുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് സംശയങ്ങൾ വരാം. എക്സ്ക്യൂസ് മീ. ചില സമയത്തൊക്കെ നമുക്ക് ഭാരം വരാം. പക്ഷെ കർത്താവ് വാക്കാണ്, ഡോണ്ട് വറി, ഭാരപ്പെടേണ്ട. അടുത്ത വർഷമാകും, ഈ സമയമാകുമ്പോൾ കർത്താവ് വരാൻ താമസിച്ചാൽ സ്ഥിതികൾ മൊത്തം മാറും.
ആശ്വാസത്തിൻ്റെ കാലങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഒത്തിരി ഉപവസിക്കുന്നുണ്ട്. നമ്മുടെ ചിത്രസിസ്റ്റർ തന്നെ പറഞ്ഞു, വയ്യ പാസ്റ്റേ, അവശനായിപ്പോയി. പല വ്യക്തികളും ക്ഷീണാവസ്ഥയിലാണ് ഉപവസിക്കുന്നത്. കാലാവസ്ഥ ശരിയല്ല, ആരോഗ്യം ശരിയല്ല, പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഒന്നിലും മറ്റൊരു രീതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ആത്മാവിനൊരു വാക്ക് പറയാം. നമ്മുടെ ബലഹീനതകളിൽ നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനാ ദൈവം അടുത്ത വർഷം ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങൾ മറുപടി ഇല്ലാതല്ല, ഈ ദിവസം മറുപടി വന്ന് അടുത്ത വർഷമാകുമ്പോൾ നാം സ്വസ്ഥതയോടുകൂടെ സ്വപ്നത്തിന് സബലീകരണം അനുഭവിക്കത്തക്ക നിലയിൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ ഈ ദൂതനോട് കൂട്ടുപിടിച്ച് ഞാൻ വാഗ്ദത്തത്തിന് ഷെയർ ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഈ 2026 അനുഭവിച്ച കണ്ണുനീരും വേദനകളും ഞരക്കങ്ങളും ഒറ്റപ്പെടലുകളും ഞാനതിന് സഹായിക്കില്ല, നീ എന്നെ വിട്ടു പോ എന്നൊക്കെ ആറ്റി പായിച്ചു വിട്ട വ്യക്തികളുണ്ടല്ലോ, അവിടെ അർപ്പണകാമിന് വേണ്ടി നമ്മുടെ തോപ്പിൽ ഇറങ്ങി വന്ന 99-ാമത്തെ വയസ്സിൽ ഇറങ്ങി വെളിപ്പെട്ട് വന്ന ദൈവമുണ്ടല്ലോ. ആ ദൈവം മരിച്ചിട്ടില്ല, ആ ദൈവം മാറ്റമില്ല ദൈവമാണ്. ആ ദൈവം ഇന്നും ജീവിതം. അവൻ പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കാം. നീ ലോത്തിനെ ഓർത്ത് ഭാരപ്പെടണ്ട, നിന്റെ ബന്ധുക്കളെ ചാർച്ചക്കാരെ ഓർത്ത് നീ ഭാരപ്പെടണ്ട. ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ള വാക്ക് 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ലഭിച്ചപ്പോൾ തന്നെ അബ്രഹാം ധൈര്യം വീണ്ടെടുത്തു. തൻ്റെ ശരീരം നിർജീവത്വമായിരുന്നിട്ടും ആ നിർജീവത്വം മൊത്തം ഓജസ്സിൻ്റെ ശക്തി പ്രാപിപ്പാത്തക്കവിടെ അന്തരീക്ഷ കർത്താവ് ഒരുക്കി. ആമേൻ. യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം. ഒരു വിടുതൽ വന്നത് ദൈവം മരിക്കണം, വിടുതൽ മരിക്കണം. പക്ഷെ ഒരു ചെറിയ രസം എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങാൻ അല്പം പാടാണ്, അല്ലെങ്കിൽ ദൈവം വരാൻ അല്പം പാടാണ്, ഇല്ലെങ്കിൽ ദൈവത്തെ വരുത്താൻ അല്പം പാടാണ്. പക്ഷെ വന്നാൽ നമുക്ക് ദൈവം നിത്യദൈവമായി മാറും. പിടികിട്ടിയോ? എങ്കിൽ രാമയും പറയാമോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലേ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പറയണം, ഈ ഉപവാസപ്രാർത്ഥന ദൈവത്തെ വരുത്താനാണ്. നമ്മുടെ വീട്ടിൽ ദൈവം വരണം, നമ്മിൽ ദൈവം വരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം വരണം. ആ ദൈവം നമ്മൾ വന്നാൽ നമ്മുടെ ദൈവം നമുക്ക് നിത്യദൈവമായി മാറും. അവിടെ വാക്കാണ് എവർലാസ്റ്റിംഗ് ഗോഡ്, നിത്യനാനിക്കും. പക്ഷെ വരുന്നത് വരെ അല്പം ബുദ്ധിമുട്ടാണ്. ഈ സങ്കീർത്തനം 68-ന്റെ 4-ാമത്തെ വാക്യത്തിനെന്തെങ്കിലും വാക്ക് പറയുന്നുണ്ട്, ദൈവത്തിന് പാടുവിൻ, അവൻ നാമത്തിന് മഹത്വം കൊടുപ്പിൻ, മരുഭൂമിക്കുടി വാഹനമേറി വരുന്നവന് വഴി നിരപ്പാക്കുവിൻ, അവൻ്റെ പേര് സർവശക്തന് അർത്ഥമുള്ള യാഹ്വേ എന്ന് പറയുന്ന യാഗ് എന്നാണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം. ഇനി കർത്താവ് വന്നു, വഴി നിരപ്പാക്കി കൊടുത്തു. കർത്താവ് വന്നു വഴി നിരപ്പാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം ആ 20-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. ദൈവം നമുക്ക് ഉദ്ധാരക ദൈവമാണ്, ഉദ്ധരിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുന്നവൻ. അടുത്ത് മരണത്തിൽ നിന്ന് നീക്കുപോക്കും നമ്മുടെ കർത്താവിൻ്റെ പക്കലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലയോ, നമ്മുടെ ദൈവം നിത്യദൈവമാണ്. അങ്ങനെയെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അബ്രഹാമിന് വേണ്ടി 99-ാമത്തെ വയസ്സിൽ മമ്രെ തോപ്പിൽ പ്രത്യക്ഷനായ ദൈവം നിത്യദൈവമായിരുന്നു. യഹോവ ദൈവമാണ്, മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ അൺചേഞ്ചബിലിറ്റി, അവൻ ഒരിക്കൽ പോലും ദൈവമായിരുന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടു 99-ാമത്തെ വയസ്സിൽ. ആ ദൈവം ഇസഹാക്കിലേക്ക് വന്നു, ആ ദൈവം യാക്കോബിലേക്ക് വന്നു, ആ ദൈവം ജോസഫിലേക്ക് വന്നു, ആ ദൈവം ബാക്കി 11 ഗോത്രത്തിലേക്ക് വന്നു. ചുരുക്കി പറഞ്ഞ ഇന്നും ഇസ്രായേലിൻ്റെ കൂടെ നിത്യ ദൈവം
എവർലാസ്റ്റിംഗ് ഗോഡ് ആണ്, നിത്യദൈവമാണ്, അത് ഏക സത്യദൈവമാണ്. ഇത് ഞാനൊന്ന് പറയാൻ കേട്ടോ. മാതാവേ, പിതാവേ, കുഞ്ഞെ, നമ്മുടെ ദൈവത്തെ നാം വീട്ടിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവ ഒരിക്കലും ഇനി ഇറങ്ങിപ്പോകത്തില്ല. ആവേ, വരുന്നത് വരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, വരുത്തുന്നത് വരെ നമുക്കൊരല്പം സ്ട്രേ ചെയ്യേണ്ടി വരും. കർത്താവ് വന്ന് കഴിഞ്ഞാൽ നാം രക്ഷപ്പെട്ടു, വന്ന് കഴിഞ്ഞാൽ നാം വിടുവിക്കപ്പെട്ടു. ഇന്ന് ആത്മാവ് ഞാൻ പറയാം, എൻ്റെ ദൈവം നിത്യദൈവമാണ്, അവൻ യഹോവയാണ്, അവൻ യാഗാണ് എന്ന് വിശ്വസിക്കുന്ന മക്കൾ ഒരു പ്രാവശ്യം കൂടി ആ കരം ചേർത്തടിച്ചിട്ട് അന്യഭാഷയോട് പറയാം. ഓ ശഖരമ. കഴിയുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാത്തക്ക സാധ്യതയുള്ളവർ അല്പനിമിഷം അൺമ്യൂട്ട് ചെയ്ത് ഈ വചനത്തുമ്പാകെ അന്യഭാഷയിൽ എന്റെ ദൈവം നിത്യദൈവമാണ്, പ്രായങ്ങൾ കഴിഞ്ഞുപോയി, പ്രായം അല്പം കൂടിപ്പോയി എന്ന് എനിക്കറിയാം. ഓ റിബശമ രഗശസിനമ. നിത്യദൈവം, 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 നിത്യദൈവം. ഓ വലിയ ദൗത്യത്തിന് വേണ്ടി നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് ആ ശൂന്യതയെ മൊത്തം മാറ്റുന്നു, ആ ഇല്ലായ്മ കർത്താവ് മാറ്റുന്നു, ആ തകർച്ച ദൈവം മാറ്റുന്നു. എന്റെ ദൈവം ഇറങ്ങി വരികയാണ്, എന്റെ ഇറങ്ങി വരികയാണ്, എന്റെ ഇറങ്ങി വരികയാണ്, എന്റെ ഇറങ്ങി വരികയാണ്. നമ്മുടെ ഭവനത്തിനകം യഹോവ ഇറങ്ങി വരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് യഹോവ ഇറങ്ങി വരുന്നു. ശുശ്രൂഷകൾ ദൈവം ഇറങ്ങി വരുന്നു, നാം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ഇറങ്ങി വരുന്നു, നമ്മുടെ കരച്ചില്ലാതെ യഹോവ ഇറങ്ങി വരുന്നു. ആത്മാവിനത് പ്രാർത്ഥിച്ചു പറയാം. ദൈവമേ, അവൻ 99 വയസ്സുകാരനായ അബ്രഹാമിന്റെ അടുക്കൽ യഹോവ എന്ന സർവശക്തൻ ഇറങ്ങി വന്നപ്പോൾ തന്റെ യുവത്വത്തെ മടങ്ങിക്കൊടുത്തു, തന്റെ പ്രാപ്തിയില്ലാത്ത ശരീരത്തെ പ്രാപ്തരാക്കി മാറ്റി, അപ്രാപ്തിയെല്ലാം അപ്രത്യക്ഷപ്പെട്ടു, തന്നെ പ്രാപ്തനെ യോഗ്യനമാക്കി തീർത്തു, വീണ്ടും ജീവിപ്പാൻ കൊതി കൊടുത്തു, വീണ്ടും അഭിഷേകത്തെ നിൽക്കുവാൻ പ്രാപ്തി കൊടുത്തു. അവയെ തന്റെ ആയുഷ്കാലം 175 വയസ്സാണ്. 175 വയസ്സ് വരെ ആത്മാവ് തന്നെ ധൈര്യപ്പെടുത്തി ഉടരകടകൾ ശബാരമ ആരോഗ്യത്തെ ക്ഷയിപ്പാൻ ഇറങ്ങി വന്ന പീശാച് തന്നെ 99 വയസ്സിൽ തന്നെ കൊല്ലാൻ പീശാച് പ്ലാൻ ചെയ്തു. പക്ഷെ വീണ്ടും ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വാഗ്ദത്തം പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ദൂത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വീണ്ടും ആയുസ് നീട്ടി. അവൻ 100 വയസ്സ് കഴിഞ്ഞു, അടുത്ത 150 അവൻ 170 175 175 വയസ്സ് വരെ ദൈവത്തിന് ആയുസ് നീട്ടി കൊടുത്തത് അവൻ വാഗ്ദത്തം മൊത്തം പ്രാപിപ്പാകൃതിയാണ്. ഇത് രാവിലെ ഞാൻ ആത്മാവിൽ പറയുന്നു, നാം മരിക്കയില്ല, നാം ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കുവാൻ യഹോവ എന്ന യാഗുവായ ഐ ആം ദാറ്റ് ഐ ആം, ഞാനാകുന്ന ഞാനെന്ന് പറയുന്ന അവൻ ദൈവം ഇറങ്ങി പറയുന്നു, ഞാൻ നിനക്ക് ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഏത് രക്ഷയെ ഞാൻ നിന്നെ കാണിക്കും, നീ ആയുസോടിരിക്കും, നീ ബലത്തോടിരിക്കും, നീ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കും, നീ ദൈവകൃപ അനുഭവിക്കും, ദൈവ തേജസ് അനുഭവിക്കും, ദൈവത്തെ സന്തോഷം അനുഭവിക്കുക, കുടുംബ സമാധാനം അനുഭവിക്കുക. ഏതെല്ലാം പ്രാർത്ഥന വിഷയമുണ്ടോ അതിനെല്ലാം അനുഗ്രഹത്തിന്റെ അവൻ മറുപടി അനുഭവിക്കുക. അത് സർവശക്തനായ എന്റെ ദൈവത്തിന് പാത്രതയാണ്.
എനിക്കറിയാം ഈ ദിവസ ദൈവമക്കൾക്ക് ആ ദൂത് നിറവേറി വരികയാണ്. ആ ദൂത് സഫലീകരണത്തിൽ വരുന്നു. യേശുവിന്റെ നാമത്തിൽ നിർജീവത്വമുള്ള ആശയ്ക്ക് വിരോധമായിരുന്നല്ലേ അമ്മാമേ? അച്ഛാദി ആശയ്ക്ക് വിരോധമായിരുന്നു. പക്ഷെ യഹോവ ഇറങ്ങി വന്നപ്പോൾ ആശയ്ക്ക് വിരോധമായിരുന്നേ ആശയോടെ നിൽക്കത്തക്കവണ്ണ ആശയ്ക്ക് വിരോധങ്ങളെല്ലാം മാറി. ആശ ദൈവം മടക്കി തന്നു. പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് ദൈവം പ്രതീക്ഷ മടക്കി തന്ന് താല്പര്യമില്ലാത്തിടത്ത് ദൈവം താല്പര്യം തന്നു. വേണ്ടെന്ന് വെച്ചിടത്ത് വേണമെന്ന് ചിന്ത വന്നതല്ല. സർവശക്തനായ യഹോവ പ്രത്യക്ഷപ്പെടുന്നത് മാത്രമാണ്. യോശുവയുടെ നാവിനകത്ത് യഹോവ തൊട്ടപ്പോൾ യുദ്ധം ചെയ്യിക്കാൻ വെളിച്ചം വേണമെന്നുള്ള കാര്യം ദൈവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. മോശയുടെ നാവിനകത്ത് ദൈവം തൊട്ടപ്പോൾ 430 വർഷത്തെ അടിമത്തം മാറ്റേണ്ട അധികാരം കർത്താവ് കൊടുത്തു. അബ്രഹാമിന്റെ നാവിനകത്ത് ദൈവം തൊട്ട് അബ്രഹാം അടുക്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവിന് വേണ്ടി ഒരു വലിയൊരു വിശുദ്ധ ഗണത്തെ ഒരുക്കിയെടുപ്പാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാക്കി. ഇന്ന് രാവിലെ സമയം ഈ 3 ദൗത്യത്തിൽ ഏതെങ്കിലും ദൗത്യം ദൈവം നമ്മെ കണ്ടിട്ടാണ് ഈ ഉപവാസത്തിൽ പിടിച്ചിരുത്തിയത്. അങ്ങനെ എങ്കിൽ മറുപടി 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 ഈ ദിവസങ്ങൾ വരികയാണ്. നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് പറയാം. ഈ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാം കണ്ണുമടച്ച് പറയാം, കർത്താവേ ഇന്നും ഇപ്പോഴും അങ്ങനെ വ്യക്തമായിട്ട് സംസാരിച്ചു